നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ എല്ലാ ആനുകൂല്യ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകളുമൊക്കെ നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളിലേക്ക് പോകാം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തെ വിതരണത്തിന് തയ്യാറാകുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. 62 ലക്ഷത്തോളം ആളുകൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ചതുരശ്ര അടിയുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ 1 ഏക്കറിൽ കൂടുതൽ സ്വന്തമായി ഭൂമിയുള്ള ആളുകൾ, വീടുകളിൽ AC വെച്ചിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ സ്വന്തമായി 4 ചക്ര വാഹനങ്ങൾ ഉള്ള ആളുകൾ, അതായത് ടാക്സി അല്ലാത്ത 4 ചക്ര വാഹനങ്ങളുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ സംസ്ഥാനത്തെ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ആരെങ്കിലും പെൻഷൻ അനധികൃതമായി വാങ്ങുന്നുണ്ട് എങ്കിൽ അത് പഞ്ചായത്തിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ മെമ്പർമാരെയൊക്കെ അറിയിക്കണമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. 2025 മാർച്ച് മാസത്തെ പെൻഷൻ വിതരണമാണ് ഇനി ആരംഭിക്കാൻ പോകുന്നത്. ഈ മാർച്ച് മാസം 20-ാം തീയതിക്ക് ശേഷമായിരിക്കും ഈ ഒരു പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ വിതരണം ആരംഭിക്കുക. സംസ്ഥാനത്ത് ഇപ്പോൾ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണുള്ളത്. ഈ ഒരു പെൻഷൻ കുടിശ്ശികയിൽ നിന്ന് ഒരു ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്തു കഴിഞ്ഞാൽ 3200 രൂപയായിരിക്കും ഈ മാസം നമ്മളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ എത്തിച്ചേരാൻ പോകുന്നത്. 2025 ഏപ്രിൽ 14-ാം തീയതി വിഷുവും അതോടൊപ്പം തന്നെ ഈസ്റ്ററും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ 2 ഗഡു പെൻഷൻ, അതായത് 3200 രൂപ വിതരണം ചെയ്യുവാനാണ് സാധ്യത. ഇതിൻ്റെ വിശദമായ അറിയിപ്പ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയായിരുന്നു കെ ഫോൺ. എല്ലാ കുടുംബങ്ങളിലും സൗജന്യ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സംസ്ഥാന സർക്കാർ സ്വന്തമായി ആരംഭിച്ച കെ ഫോൺ ഇൻ്റർനെറ്റ് സേവനം സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലെയും കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയതായി 4000 ഇൻ്റർനെറ്റ് സേവനങ്ങൾ കൂടി അല്ലെങ്കിൽ കണക്ഷൻ കൂടി കൊടുക്കുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായ മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഈ പ്രദേശങ്ങളിലെ BPL കുടുംബങ്ങളിലെ അംഗങ്ങൾക്കിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ, റേഷൻ കാർഡ്, KSEB കൺസ്യൂമർ നമ്പർ എന്നിവയുമായി ഇത്തരത്തിൽ കണക്ഷൻ ആവശ്യമുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ചെന്ന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 4000 വീടുകളിലേക്കുള്ള കണക്ഷൻ്റെ അപേക്ഷയാണ് ഇപ്പോൾ സ്വീകരിക്കുക. ഇതിന് ശേഷം വരുന്ന അപേക്ഷകൾ അടുത്ത ഘട്ടത്തിലേക്ക് മുൻഗണനാ ക്രമത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണാൻ ശ്രദ്ധിക്കുക. താങ്ക്